നമസ്കാരം. നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണിയുടെ 19ാമത്തെ ദിവസമാണ്. അപ്പം നാളത്തെ ദിവസം 19ആണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ 10 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. അതിനുശേഷം അത് വായിച്ചിട്ട് അതിന് താങ്ക് യു എന്ന് പറയുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു 100 സ്റ്റെപ്സെങ്കിലും എണ്ണിക്കൊണ്ടാവില്ല, എണ്ണാതെ നമ്മൾ വെക്കുന്ന ഓരോ സ്റ്റെപ്സും അത് നമ്മൾ പ്രത്യേകമായിട്ടൊന്നും ചെയ്യണം. നമ്മൾ രാവിലെ നടക്കത്തില്ലേ, വീട്ടിൽ തന്നെ നടക്കും. നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ബെഡ്റൂമിൽ നിന്ന് പോവുക, അല്ലെങ്കിൽ പുറത്തിറങ്ങുക, ആ സമയത്തെല്ലാം നമ്മൾ ഒരു ഓരോ ചുവടിനും നമ്മൾ നന്ദി പറയുക. നമ്മൾക്ക് കിട്ടുന്ന ഓരോ ചുവടും നമ്മളുടെ അനുഗ്രഹമാണ്. അപ്പം വില്യം എ വാർഡ് എന്ന് പറയുന്ന എഴുത്തുകാരൻ ചോദിച്ചിട്ടുണ്ട്, 86,400 സെക്കൻഡ് നിങ്ങൾക്ക് ഇന്ന് ലഭിച്ചിട്ട് അതിലെത്ര സെക്കൻഡ് നിങ്ങൾ ഉപയോഗിച്ചു ഗുണകരമായിട്ട്. അപ്പോൾ നമ്മൾ കിട്ടുന്ന ഓരോ ദിവസത്തെ ഇത്രയും സെക്കൻഡ് വളരെ വിലയേറിയ സെക്കൻഡ്സാണ്. അതിൽ നമ്മൾ നന്ദി ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും. ആ സെക്കൻഡുകൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുകയും വേണം, വെറുതെ പാഴാക്കി കളയാതെ. അപ്പം നമ്മൾ ഈ 100 സ്റ്റെപ്സെങ്കിലും ഏകദേശം വെച്ചതിന് ശേഷം നമ്മൾ നന്ദി പറയുക. അതിനുശേഷം രാത്രിയിൽ നമ്മൾ മാജിക് സ്റ്റോൺ എടുത്ത് അന്നത്തെ ദിവസത്തെ ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങൾക്ക് നന്ദി പറയുക. ഇതാണ് 19ാമത്തെ ദിവസം ഗ്രാറ്റിറ്റ്യൂഡ് ജേർണിയിൽ ചെയ്യേണ്ടത്. നമ്മൾ ഈ എല്ലാ ദിവസവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഐൻസ്റ്റീനൊക്കെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ വലിയ ആൾ, ഓരോന്നിനും നന്ദി പറയുമായിരുന്നു. അപ്പം നിങ്ങൾക്ക് സിനിമ നടൻ ഷാരൂഖ് ഖാനെ അറിയാം. അദ്ദേഹം ഓരോ ഫംഗ്ഷൻ എടുക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും പിറകിലുള്ള മീൻസ് ഏറ്റവും ചെറിയ ജോലി ചെയ്യുന്നവർക്ക് വരെ അദ്ദേഹം നന്ദി പറയാറുണ്ട്. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പാതയിൽ പിന്തുടരുന്ന എല്ലാ കാര്യങ്ങളോടും നന്ദി ഉണ്ടായിരിക്കും. അവർ നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ കൂടി മനസ്സിലെങ്കിലും ആ ദിവസം അവരെ സ്മരിച്ച് അവർക്ക് ബ്ലെസ്സിങ്സ് കൊടുക്കുമായിരിക്കും. അങ്ങനെയാണ്. അപ്പം നമ്മൾ ഈ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് എതിരെ എന്ത് കാര്യങ്ങൾ വന്നാലും, ആരൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തിയാലും, ആരൊക്കെ കളിയാക്കിയാലും, ആരൊക്കെ എന്ത് ചിന്തിച്ചാലും നമ്മൾക്കതിൽ നിന്നൊന്നും തോന്നുകയുമില്ല. മറിച്ച് അവരോട് പകയോ വിദ്വേഷമൊന്നും തോന്നുകയില്ല. അതാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ. വീട്ടിൽ തന്നെ പല പ്രശ്നങ്ങളും നമുക്ക് ഒരാൾ ഫേസ് ചെയ്യേണ്ടി വരുമായിരിക്കും. കുറേ കഴിയുമ്പോൾ നമ്മളിതെല്ലാം ഇഗ്നോർ ചെയ്യും. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളെ എല്ലാം ചിന്തിക്കും. അത്രയേ ഉള്ളൂ. ഈ 19th ഡേയിലെ അടുത്ത ദിവസത്തേത് വേറെ ദിവസം, അടുത്ത ദിവസം തന്നെ പറഞ്ഞുതരാം. അങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ജേർണി പോകുന്നത്. എന്നോട് പലരും ഈ ഒരു ബ്രേസ്ലെറ്റ്, ഇത് 7 ചക്രയുടെ ബ്രേസ്ലെറ്റാണ് കേട്ടോ. എന്നോട് കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പം നമ്മൾ ഈ മെഡിറ്റേഷൻ്റെ ക്ലാസ്സസൊക്കെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് വേണ്ടി കുറേ എണ്ണം ഓർഡർ ചെയ്തിരുന്നു. അതിപ്പം കുറച്ചൊക്കെ തീർന്നു, ഇനി വളരെ കുറവേ ഉള്ളൂ. അപ്പം പിന്നെ നമ്മുടെ 7 ചക്രയുടെ ട്രീ ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ 7 ചക്ര ട്രീ ആണ് കേട്ടോ. ഈ സാധനങ്ങളൊക്കെ ഓർഡർ അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ അതെല്ലാം തീർന്നിട്ടുണ്ട്. പുതിയത് ഉണ്ട്. ബ്രേസ്ലെറ്റ്സ്, മണി മാഗ്നറ്റും പിന്നെ 7 ചക്രയും നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ, അവൈലബിൾ ആണ്. 7 ചക്ര ട്രീയും ഉണ്ട്. നമ്മളെല്ലാം എനർജൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് താല്പര്യമുള്ള ആൾക്കാർക്കാണ് കേട്ടോ, എല്ലാവർക്കും അല്ല. അപ്പോൾ നമ്മുടെ കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു 28 ഡേയ്സ് ഫ്രീ ക്ലാസ്സസ് വെച്ച സമയത്ത് കൂടുതലും യോഗ റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടികളായിരുന്നു ഉള്ളത്. കുട്ടികളെന്നല്ല, കുറച്ച് പ്രായമുള്ളവർ തന്നെയാണ്. പക്ഷെ അവരെല്ലാം അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ, മീൻസ് ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ജേർണി 28 ദിവസം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ടായി. എനിക്ക് പിന്നെ ഈ ബിസിനസ് കൂടെ കൊണ്ടു നടക്കുന്ന നിമിത്തം ഇതിനായിട്ട് മാത്രം സമയം ചിലവഴിക്കാനില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ക്ലാസ്സസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യേണ്ടവർ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ലേഡീസിന് ഫ്രീ ക്ലാസ്സസിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം ഞാൻ നല്ല തിരക്കിലാണ്. എനിക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണില്ല, ബിസിനസ്സും ക്ലാസ്സസും എല്ലാം കൂടെ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സിൽ തോന്നും നാളെ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ അങ്ങ് ചെയ്യും. ഫ്രീ മെഡിറ്റേഷൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.